ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എൻ്റെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത്. ഞാനല്ല സ്റ്റിച്ച് ചെയ്തത്, അമ്മയാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ചിലതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ്, ചിലത് നമ്മൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുമല്ലോ. അപ്പോൾ ആ ടൈപ്പ് കുറച്ച് ഡ്രസ്സുകളുടെ കളക്ഷനാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണണം കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും ഇതുകൊണ്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റിലത്തെ ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഫസ്റ്റ് ഡ്രസ്സ് ഇത് ഇങ്ങനെ ഫ്രീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 ഇങ്ങനെ തട്ടായിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോളേജിൽ ഫസ്റ്റ് ഡേ പോയപ്പോൾ ഇട്ട ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ്. ഞാൻ അപ്പോൾ അതിനുവേണ്ടി സ്റ്റിച്ച് ചെയ്യിപ്പിച്ചായിരുന്നു ഈ ഒരു ഡ്രസ്സ്. അപ്പോൾ അന്ന് ആ ടൈമിൽ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഫ്ലോറൽ പ്രിൻറ്റ് ആ ടൈം വന്നിട്ടേ ഉള്ളൂ. അതായത് ഇപ്പോൾ 4 വർഷമായി. ഇപ്പോഴും ട്രെൻഡിങ് ആയിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഫ്ലോറൽ പ്രിൻറ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആ ടൈമിൽ ഞാൻ കോളേജിൽ ഫസ്റ്റ് ഡേ കൊണ്ടുപോകാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ഡ്രസ്സാണിത്. ഇതിന് ഇങ്ങനൊരു കെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ആ ടൈമിൽ ഇങ്ങനെ കെട്ടൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ഫാഷനായിരുന്നു. ഇതിപ്പം നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കിലാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ടിലാണെങ്കിലും ഒക്കെ സ്റ്റിച്ച് ഇങ്ങനെ കെട്ട് കൊടുക്കുന്നൊരു ഫാഷനായിരുന്നു. പക്ഷെ ഇപ്പം ആ ഒരു ഫാഷനൊക്കെ പോയി. അപ്പം അതൊന്നും ഇല്ല. ഇപ്പം നോർമലായിട്ട് ഇപ്പം ഇങ്ങനെ സിമ്പിളായിട്ടാണ് ഇപ്പോൾ എല്ലാ ഡ്രസ്സും എല്ലാം സ്റ്റിച്ച് ചെയ്യാറുള്ളത്. അപ്പം അന്നത്തെ ടൈമിൽ ഇതൊരു ഫാഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ചെറിയൊരു യു ഷേപ്പിലാണ് കട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ വള്ളി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 3/4 സ്ലീവ്സ് ആണ് കേട്ടോ. ഇത് കറക്റ്റ് 3/4 അല്ല, ഒരു എൽബോ ലെങ്ത്ത് പോൾക്ക് കിടക്കും, എന്നാലും 3/4 ആണ്. പിന്നെ ഈ ഓപ്പോഷൻ തൊട്ട് അങ്ങോട്ട് നമ്മൾ 3 ലെയർ ആയിട്ടാണ് ഫ്രിൽസ് കൊടുത്തിട്ടുള്ളത് കണ്ടോ. നല്ലൊരു ഡ്രസ്സാണ്. ഫോട്ടോസിലൊക്കെ ഈ ഡ്രസ്സ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ആ ടൈമൊക്കെ സ്നാപ്ചാറ്റൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഫോട്ടോസൊക്കെ എടുക്കുമ്പം ഈ ഡ്രസ്സ് നല്ല രസമായിരുന്നു. ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും, നല്ല ഭംഗിയായിരുന്നു. അപ്പം ഇതാണ് ഡ്രസ്സ്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തയ്ച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഇപ്പം ഞാൻ കാണിച്ച ഡ്രസ്സില്ല, അതിൻ്റെ സെയിം പാറ്റേണിൽ വരുന്ന ഡ്രസ്സാണ് ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്, ഇപ്പം ലൈറ്റ് ഷെയ്ഡാണല്ലോ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഡാർക്ക് ഷെയ്ഡ്സൊക്കെ അങ്ങനെ എടുക്കുന്നത് കുറവാണ്. എല്ലാവരും ലൈറ്റ് ഷെയ്ഡായിരിക്കും എടുക്കുന്നത്. പണ്ട് ലൈറ്റ് ഷെയ്ഡൊക്കെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പണ്ട് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ടൈമിൽ ഈ ക്രീം കളർ ഉണ്ടല്ലോ, ക്രീം കളർ വേണ്ട അമ്മ അവിടെ ഫ്ലാറ്റാവും. അമ്മ പറയും ക്രീം കളർ എടുത്താൽ മതി എന്ന് പറയും. പക്ഷേ എനിക്ക് നേവി ബ്ലൂ അല്ലെങ്കിൽ മജന്ത, അങ്ങനെ റെഡ്, ബ്ലാക്ക് അതൊക്കെയായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ അമ്മ എന്നെ അതെടുക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ വാശി പിടിച്ചൊക്കെ എടുക്കുമെങ്കിലും കൂടുതലും ക്രീമൊക്കെ ആയിരിക്കും എടുക്കുന്നത്. ക്രീമൊക്കെ എടുത്തിട്ട് ഞാൻ കുറേ ഡ്രസ്സ് ഇടാതൊക്കെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ. അപ്പം ഇപ്പോൾ എന്തായാലും ഈ ഒരു കളറൊക്കെ ഭയങ്കര ട്രെൻഡാണല്ലോ. അപ്പോൾ അങ്ങനെ എടുത്തൊരു കളറാണ് ഇത്. മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ആ ടൈമിൽ ഈ ഒരു മെറ്റീരിയലായിരുന്നു ഈ മോഡലിൽ ട്രെൻഡിങ് ആയി പൊയ്ക്കൊണ്ടിരുന്നത്. ഫ്രോക്കായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, കൂടുതൽ ഫ്രോക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ പാൻറ്റും ഷോളും പെയർ ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാറ്, ചുരിദാർ പോലെ. കണ്ട് നല്ലൊരു പ്രിൻ്റൊക്കെ കൊടുത്തേക്കുന്നത്. പണ്ട് ഇങ്ങനത്തെ സാരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറേ പേര് ആ സമയത്ത് സാരിയൊക്കെ നമ്മളതായിട്ട് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. ഇങ്ങനെ സാരി കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രസ്സാക്കി മാറ്റുമായിരുന്നു ഇങ്ങനത്തെ. കണ്ടോ, നല്ല കളറുമാണ്. നമുക്ക് ഈ പ്രിൻ്റ് ആയതൊരു നല്ല ഭംഗി. ഇതും സെയിം മോഡലിൽ തന്നെയാണ് തയ്ച്ചിട്ടുള്ളത്. ഇങ്ങനെ ഫ്രിൽസ് കൊടുത്തിട്ട് തട്ടായിട്ട് തയ്ച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് കേട്ടോ. പിന്നെ സ്ലീവ്സും മറ്റേ സ്ലീവ് പോലെ തന്നെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. ഒരു സ്കൈ ബ്ലൂ കളറിലത്തെ ഡ്രസ്സാണ്. എനിക്ക് പൊതുവേ ഇങ്ങനെ സ്കൈ ബ്ലൂ കളർ എനിക്കിഷ്ടമല്ല. പിന്നെ ഞാൻ ഈ മോഡൽ എന്ന് പറയുന്നത് ഫുൾ സ്ലീവ്സ് ഒക്കെ വെച്ചിട്ട് അംബർല ടൈപ്പ് ചുരിദാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചുരിദാർ പണ്ട് ഭയങ്കര ട്രെൻഡായിക്കൊണ്ടിരുന്നിട്ട് പിന്നെ അത് കാണാനില്ലായിരുന്നു. പിന്നെ ഇപ്പോഴും കുറച്ച് നാൾക്ക് മുന്നോട്ട് പിന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചുരിദാറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഒരിക്കലും ആ ഒരു ഫാഷൻ അങ്ങോട്ട് പോകത്തില്ല. എപ്പോഴും അതിങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഫാഷൻ എനിക്കിങ്ങനെ തയ്ക്കണം എന്നുണ്ടായിരുന്നു ആ ഒരു മോഡലിൽ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു സംഭവം കിട്ടുന്നത്. ഇതെൻ്റെ സിസ്റ്റർ തന്ന മെറ്റീരിയലാണ് കേട്ടോ. ആ മെറ്റീരിയലാണ് തയ്ച്ചത്. ഇതിട്ടപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിട്ടുകൊണ്ട് കോളേജിൽ പോയപ്പോൾ ഒരുപാട് പേര് ചോദിച്ചത് എവിടെ നിന്നാണ് തയ്ച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ തയ്ച്ചതാണെന്ന്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാനിത് ഫോട്ടോ എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. ഇതിങ്ങനെ ഫുൾ സ്ലീവാണ്. ഫുൾ സ്ലീവ് വന്നിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചുരുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇത്തിരി കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര സ്ലീവ് വരുന്നുണ്ട്.
പിന്നെ നെക്കൊക്കെ നമ്മൾ നെക്കിലൊന്നും വലിയ ഫാഷനൊന്നും കൊടുക്കാറില്ല, ഫാഷൻ വലുതായിട്ടൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ. അതുകൊണ്ട് നമ്മളിങ്ങനെ റൗണ്ട് നെക്ക് തന്നെ കൊടുക്കും. പിന്നെ ഇത് ഇങ്ങനെ വന്നിട്ട് നല്ല ലെങ്ത്ത്, നല്ല ഫുൾ ലെങ്ത്തിൽ വരുന്ന ഡ്രസ്സാണിത്. പിന്നെന്താ അതിനൊക്കെ തന്നെ ഉള്ളത് ഷിഫോൺ മെറ്റീരിയലാണ് കേട്ടോ, ഷിഫോൺ മെറ്റീരിയലാണ്. പിന്നെ അതുകൊണ്ട് ചൂടെടുക്കുന്ന ഒരു വിഷയമുണ്ട്. പക്ഷെ എന്നാലും ഡ്രസ്സ് അടിപൊളിയാണ്, നല്ല രസമാണിത്. ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ടുള്ള ഡ്രസ്സാണിത്. പിന്നെ അതിൻ്റെ ഷോളാണിത്. ഇത് നമ്മൾ ഒരു 2.25, ഇത് 2 മീറ്ററോ 2.25 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അവിടെ ഇത്രയും ലെങ്ത്തും വിത്തും ഒക്കെ വരുന്ന ഒരു ഷോൾ. പിന്നെ ഇനി നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു കളറാണ്. ഇപ്പം നിങ്ങൾ ഈ ക്യാമറയിൽ കാണുന്ന എക്സാക്റ്റ് ആ ഒരു കളർ തന്നെയാണ്. പിന്നെ എനിക്ക് ഈ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, സംഭവത്തിൻ്റെ പേരെന്തുവാ, അപ്പോൾ എനിക്ക് ഈ നെറ്റ് ഉണ്ടല്ലോ, നെറ്റിനകത്ത് ഇങ്ങനെ ആ ഒരു സീക്വൻസ് കണ്ടോ, അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ തന്നെ നേവി ബ്ലൂ ആണെന്ന് തോന്നുന്നു, നേവി ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ലൈറ്റ് കളറിനോട് താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ നേവി ബ്ലൂ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, അതൊന്നും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ലൈറ്റ് കളേഴ്സ് എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ ഈ ഒരു കളർ എടുത്ത്, ഇതിങ്ങനെ ഫ്രോക്ക് പോലെ തയ്ക്കണമെന്നായിരുന്നു എനിക്ക്. അങ്ങനെ ഫ്രോക്ക് പോലെയാണ് തയ്ച്ചത്. എന്നാൽ ഒട്ടും ഇങ്ങനെ ലെങ്ത്ത് കുറച്ചിട്ടല്ല, ലെങ്ത്ത് ഉണ്ട് എന്നാൽ ഫുൾ ലെങ്ത്തിലല്ല, ഒരു ഹാഫ് ലെങ്ത്തിൽ അങ്ങനെ തയ്ച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം സ്ലീവ് ഞാൻ ഇങ്ങനെ ഇത്രയുമാണ് വെക്കാറുള്ളത്, 3/4 സ്ലീവ്. പിന്നെ നെക്ക് വന്നിട്ട് പിന്നെ റൗണ്ട് നെക്ക് തന്നെ, ബാക്കിയെല്ലാം സിമ്പിൾ അങ്ങനെ തന്നെ വരുന്നത് നെറ്റിൻ്റെയാണ്. പക്ഷേ ഇത് കഴുകി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ കുറച്ചിങ്ങനെ ആ നെറ്റിങ്ങനെ പന്നലായി തുടങ്ങി, അങ്ങനെ ഒരു വിഷയമുള്ളൂ. അല്ലാതെ ഓവറോൾ ഇതും ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. കളറാണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയിൽ കാണാം. അപ്പോൾ ഇതാണ് അടുത്ത ഡ്രസ്സ്. അപ്പോൾ ഇനി അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഞാൻ ഒറ്റ വട്ടം മാത്രം യൂസ് ചെയ്തൊരു ഡ്രസ്സാണ് ഇതെന്തുകൊണ്ടാണ് ഞാൻ പിന്നെ യൂസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതും ആ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടുന്ന ടൈമിലെടുത്തത് ഈ ഒരു പോൾക്കാ ഡോട്ട്സ് വരുന്ന നല്ല കളറൊക്കെ, എനിക്ക് ഈ കളർ ഇഷ്ടമായതുകൊണ്ട് പോൾക്കാ ഡോട്ടിലേക്ക് ഇങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, അങ്ങനെ എടുത്തതാണ്. പക്ഷേ എനിക്ക് ആ ടൈമിൽ ഇത് ഭയങ്കര ട്രെൻഡായിരുന്നു, ഇങ്ങനത്തെ സ്ലീവല്ല സോറി നെക്ക്, ഇതിങ്ങനെ, എനിക്കതിൻ്റെ പേരറിയില്ല കേട്ടോ. ഈ ഒരു നെക്ക് ഭയങ്കര ട്രെൻഡായിരുന്നു. അതായത് പണ്ട് ഇതൊരു ട്രെൻഡായിരുന്നു, പിന്നെ അതിങ്ങനെ കാണാനില്ല. പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സ് വന്നപ്പോഴത്തേക്കിനാണ് ഒത്തിരി, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അതുകൊണ്ട് യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഈ ഡ്രസ്സ് ഇങ്ങനെ ബൊട്ടീക്കുള്ളവരൊക്കെ ഒരുപാട് ഇങ്ങനെ കാണിക്കായിരുന്നു ഈ ഒരു ടൈപ്പ് ഡ്രസ്സൊക്കെ സെയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു മോഡലിൽ ചെയ്യിച്ചാണ് ഞാൻ അമ്മയെ കൊണ്ട് തയ്പ്പിച്ചത്. പക്ഷെ ഇത് തയ്ച്ച് വന്നപ്പോഴത്തേക്കിന് ഫ്രണ്ട് നെക്ക് ആണെങ്കിലും ബാക്ക് നെക്ക് ആണെങ്കിലും ഒരേ അളവിലാണ് കട്ട് ചെയ്തത്. പക്ഷെ ഇതിപ്പം ഈ കഴുത്ത് വരുമ്പോൾ ഇതിങ്ങനെ കുറച്ചിങ്ങനെ കയറി നിൽക്കും, അങ്ങനത്തെ ആയിരുന്നു. പക്ഷേ ഇത് ഇട്ടപ്പോഴത്തേനും ബാക്ക് നെക്ക് ഉണ്ടല്ലോ, ഫ്രണ്ട് നെക്ക് ഓക്കെ, പക്ഷെ ബാക്ക് നെക്കും സെയിം ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ വെട്ടിയതുകൊണ്ട് ബാക്ക് നെക്ക് ഇങ്ങനെ ഇറങ്ങിക്കിടക്കും. അപ്പോൾ ഇത് വരുമ്പോൾ ഇങ്ങനെ ഇറങ്ങിക്കിടക്കുമ്പോൾ ഇത് കറക്റ്റ് നമ്മളിങ്ങനെ കിടക്കണം, നല്ലൊരു ഭംഗിയുള്ളൂ. ഇതങ്ങനെ ഇറങ്ങിക്കിടന്നപ്പോൾ എനിക്കതിൻ്റെ ഒരു ഇഷ്ടമായി പോയി. അതുകൊണ്ട് ഞാൻ ഒറ്റ വട്ടം ഇട്ടിട്ടുള്ളൂ. പക്ഷേ ആ ഇട്ടുകൊണ്ട് പോയ ടൈമിൽ കോളേജിൽ ഒരുപാട് പേര് എൻ്റെ ചോദിച്ചിട്ട് ഇവിടെ നിന്ന് തയ്ച്ച് നല്ല ഭംഗിയുണ്ടെന്ന്. എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഈ സംഭവം കളഞ്ഞിട്ട് എങ്ങാനും നെക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിരണം. കാരണം നല്ല ഡ്രസ്സ്, അടിപൊളി ഡ്രസ്സാണ്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഫ്രില്ല്, ഇതായിരുന്നു ആ ഒരു സമയത്തെ ട്രെൻഡ്. ഒരു വർഷം കണ്ടായെന്ന് തോന്നുന്നു ഒരു ട്രെൻഡ് കഴിഞ്ഞിട്ട്. ഇപ്പോഴും ഈ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ അടിയിൽ ഒറ്റ ഫ്രില്ല് മാത്രമേ ഉള്ളൂ. അതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഈ ഒരു ഡ്രസ്സൊക്കെ ഇല്ലേ, ഈ ഡ്രസ്സിനൊക്കെ വരുമ്പോൾ 3 ലെയറായിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇതിങ്ങനെ ഒറ്റ ലെയർ മാത്രം താഴെ വരുന്ന ആ ഒരു മോഡൽ ഇറങ്ങിയത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതുകൊണ്ട് തന്നെ ഷിഫോണാണ് മെറ്റീരിയൽ. ഇങ്ങനെ അടിയിൽ വന്നിട്ട് ഒരു ലെയർ വരുന്നുണ്ട്. ഇതും അടിപൊളിയാണ്. പിന്നെ നെക്സ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു കളറാണ്. ഈ എല്ലാ ഡ്രസ്സും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. അതിൽ ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് നമ്മൾ ഈ കുറച്ച് മെറ്റീരിയൽ മാത്രം ബാലൻസ് എടുത്തില്ലേ, അപ്പോൾ അങ്ങനെ നമ്മൾ സെയിൽ ചെയ്യില്ല. ആ ടൈമിൽ വാങ്ങിയ മെറ്റീരിയലായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നു 1.5 മീറ്ററോ അത്രയും ഉള്ളായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അമ്പർല ടോപ്പ് തയ്ച്ചതാണ് കേട്ടോ. കണ്ടോ, ഇത്ര ഫ്ലെയർ വന്നിട്ട് കിട്ടി, അങ്ങനെ തയ്ച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ അധികം വണ്ണമില്ലാത്തതുകൊണ്ട് ആ ഒരു 1.5 മീറ്ററോ 2 മീറ്ററിലും അങ്ങോട്ട് തയ്ക്കാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് തികയത്തില്ല. അപ്പോൾ അതും ഇങ്ങനെ ആ മെറ്റീരിയൽ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, അങ്ങനെ എടുത്തത്. ഇതെല്ലാം നെക്ക് വരുമ്പോൾ ഞാൻ ഇങ്ങനത്തെ നെക്കേ വെക്കാറുള്ളൂ, റൗണ്ട് നെക്കാണ് വെക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ ജസ്റ്റ് അമ്പർല ടൈപ്പിൽ തയ്ച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നോക്കിയറിയാം നമുക്ക് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം മെറ്റീരിയൽ തികയത്തില്ല, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവം. ഇത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ കസിൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡ്രസ്സ്.
അപ്പം ഇതാണ് അടുത്ത ഡ്രസ്സ്. ഇതൊക്കെയെന്ന് പറയുകയാണെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ കളർ ഡ്രസ്സാണല്ലോ, നമുക്കിങ്ങനെ മാറി തിരികെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ഡ്രസ്സ് അങ്ങനെ എടുക്കത്തില്ല. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ പിന്നെ പറ്റില്ലല്ലോ. സ്കൂളിലൊക്കെ പോകുന്നവർക്ക് യൂണിഫോം ഉണ്ടല്ലോ. ചില സ്കൂളിൽ മാത്രമല്ല ഉള്ളൂ ഒരു ദിവസം കളർ ഡ്രസ്സായിട്ടൊക്കെ ഇടാൻ പറ്റുന്നത്. ബാക്കി എല്ലാ ദിവസവും യൂണിഫോം ആയിരിക്കും. അല്ലെങ്കിൽ ട്യൂഷനൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാം. അപ്പോൾ എനിക്കൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ട്യൂഷന് വേണ്ടി കാത്തിരിക്കും കളർ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ പിന്നെ കോളേജിൽ പോയപ്പോഴത്തേനും പിന്നെ പറയണ്ട, എല്ലാ ദിവസവും കളർ ഡ്രസ്സാണല്ലോ, അപ്പോൾ സന്തോഷമായിരുന്നു. ചിലത് പറയും ഇങ്ങനെ എന്താ പറയുക, യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ഡെയിലി യൂണിഫോം ഇട്ടുണ്ടെങ്കിൽ പോയാൽ മതി, ഏതിടണം എന്നുള്ള കൺഫ്യൂഷൻ. അത് വെച്ച് നോക്കുമ്പോൾ ശരിയാട്ടോ, യൂണിഫോം ഇടുന്നതല്ലത്, നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല ഏതിടണം എന്നുള്ളത്. പിന്നെ ഇനി അടുത്ത ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ ഇങ്ങനെ അമ്മയടുത്ത് പറഞ്ഞ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. ഇങ്ങനെ ഈ പഫ് സ്ലീവ്സൊക്കെ വെച്ചിട്ട് ഇതൊരുമാതിരി ഹക്കോബ ടൈപ്പ് മെറ്റീരിയലാണ്. അതിൽ ഓർഗാൻസയാണ്. ഇത് ഭയങ്കര കട്ടിയുള്ള ഓർഗാൻസ മെറ്റീരിയലല്ല, കുറച്ച് ലൈറ്റായിട്ടുള്ള ഓർഗാൻസയാണ്. അപ്പം ഇതിന് മാത്രം സ്ലീവ് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതും പണ്ടൊക്കെ വെക്കുന്നൊരു സ്ലീവായിരുന്നു. ഇതിങ്ങനെ എന്താ പറയുന്നത്, സ്ക്വയർ ടൈപ്പ് പോലെ വന്നിട്ട് പിന്നെ അത് ഇങ്ങനെ വരുന്നൊരു നെക്ക്. പിന്നെ കൈക്ക് മാത്രം ഞാനിങ്ങനെ ഇതിന് ഞാൻ ഷിഫോൺ എടുത്തു, എന്നിട്ട് സ്ലീവ്സിൽ ഇത് ഇങ്ങനെ കൊടുത്തു. ഈ ഒരു കളർ മാച്ച് ആവുന്നത് കൊണ്ട് ഞാനങ്ങനെ എടുത്തതാണ്. കാരണം ഇത് കുറച്ചേ ഉള്ളായിരുന്നു, ഇതിങ്ങനെ കുറച്ച് മെറ്റീരിയലായിട്ട് ഇങ്ങനെ സെയിൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ എടുത്തത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിന് മാച്ചായിട്ട് ഈ ഒരു കളർ തോന്നി, അങ്ങനെ എടുക്കുക. പക്ഷേ അമ്മ ഇടാൻ സമ്മതിക്കത്തില്ല, എനിക്കിത് ചേരത്തില്ലെന്ന് പറയും. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഈ ഡ്രസ്സ് കണ്ടോ. അപ്പോൾ ഇത് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ വരുന്ന ഡ്രസ്സ്, ഇതും ഫുള്ളായിട്ട് കിടക്കുകയല്ല, ഫുൾ ലെങ്ത് അല്ല, നമ്മൾ നോർമൽ ടോപ്പില്ല ആ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇതാണ് അടുത്തത്. ഇനി അടുത്തത് വന്നിട്ട് ഈ ഒരു മജന്ത ഷെയ്ഡ് വരുന്ന ഡ്രസ്സാണ്. ഇതെല്ലാം ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ സ്റ്റിച്ച് ചെയ്തതാണ്, അല്ലാതെ സ്റ്റിച്ച് ചെയ്തതല്ല. അല്ലാത്ത സമയത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യാറില്ല, കാരണം അല്ലാത്ത സമയത്ത് നമ്മൾ ട്യൂഷന് പോകുന്നുണ്ടായിരിക്കും. അത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമല്ലേ ഉള്ളൂ. ബാക്കി പിന്നെ അല്ലാത്ത ദിവസമൊന്നും ഇല്ലല്ലോ. അന്നേരം പിന്നെ അങ്ങനെ അധികം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സ്റ്റിച്ച് ചെയ്യാനും അമ്മക്ക് ഭയങ്കര മടിയായതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തരത്തില്ല. പിന്നെ ഇത് കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുമായിരുന്നു, ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുമായിരുന്നു പാവത്തിന്. അങ്ങനെ ഇരുത്തി സ്റ്റിച്ച് ചെയ്തത് കണ്ടോ, റൗണ്ട് നെക്ക്. എന്നിട്ട് കുറച്ചിങ്ങനെ എന്താ പറയുക, ഇത് 2-3 വട്ടം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് ഇടയ്ക്കൊക്കെ ഒരു ഫാഷനായിരുന്നല്ലോ. ഇടയ്ക്കെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ 7th പഠിക്കുന്ന ടൈമിൽ ഇങ്ങനെ യൂണിഫോമിലൊക്കെ അല്ലാതെ ഇങ്ങനെ സ്ലീവല്ല നെക്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. 2-3 സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അതും അങ്ങനെ ഒരു ഫാഷനാണെന്ന് തോന്നി. ഇതും പിന്നെ ഇങ്ങനെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ്. പിന്നെ ബാക്കിയെല്ലാം ഇത് എനിക്ക് നല്ല കറക്റ്റ് ഫിറ്റായിരുന്നു കേട്ടോ. ഇങ്ങനെ ഫുൾ ലെങ്ത്തിൽ തയ്ച്ചതാണ്. ആ ഒരു ടൈമിലേക്ക് ഇങ്ങനെ ഫുൾ ലെങ്ത് സ്ലിറ്റ് വന്നിട്ട് ഫുൾ ലെങ്ത്ത് വരുന്ന ഒരു ടോപ്പായിരുന്നല്ലോ ഫാഷൻ. അപ്പോൾ ആ ടൈമിൽ തയ്ച്ചതാണ്. ആ ടൈമിൽ ഈ ഒരു മെറ്റീരിയൽ ഇറങ്ങുന്ന ടൈമാണ്. എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ട് ഈ ഒരു മെറ്റീരിയൽ ഉണ്ട്, പക്ഷേ എല്ലാവരും അങ്ങനെ ആ ഒരു മെറ്റീരിയൽ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ ഇത് ട്രെൻഡായി വന്നത് ഷിഫോൺ, ജോർജറ്റൊക്കെ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽ, പക്ഷെ മെറ്റീരിയലല്ല, ഡ്രസ്സാണ്. അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളൊന്നും ഇല്ല, കാരണം വർക്ക് ചെയ്യാൻ നമുക്കറിയാത്തതുകൊണ്ട് പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്തിട്ടില്ല, പ്ലെയിനാണ്. പിന്നെ ഇതിൻ്റെ കൂടെ പാൻറ്റ് ഇതിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റ് കളർ പാൻറ്റാണ് എൻ്റെ ഉള്ളത്, ആങ്കിൾ ലെങ്ത്തിൻ്റെ ഒരു പാൻറ്റ്. അതും പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ട ഷോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ മാരേജിന് ഒരു ഗൗൺ സ്റ്റിച്ച് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോളാണ് ഇതിനോട് ഞാൻ പെയർ ചെയ്യാറുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച്. ഇതും അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം എല്ലാവർക്കും ഞാൻ ഇട്ടുകൊണ്ട് പോകുമ്പോഴെല്ലാം എല്ലാവരും ചോദിക്കുക എവിടുന്നാണ് ഇത് വാങ്ങി സ്റ്റിച്ച് ചെയ്ത് എവിടുന്നാണ് അങ്ങനെ ചോദിക്കുക. ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ്. ഇനി അടുത്ത ഡ്രസ്സ് വന്നിട്ട് ബാക്കി ഇത്രയും ഡ്രസ്സ് ഞാൻ ഇപ്പം കുറേ നാളായി യൂസ് ചെയ്തിട്ട്, പക്ഷേ ഈ ഡ്രസ്സ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ 1 വർഷം മുന്നേ സ്റ്റിച്ച് ചെയ്താന്ന് തോന്നുന്നു. 1 വർഷമായി ഈ സംഭവം സ്റ്റിച്ച് ചെയ്തിട്ട്. ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ പേര് എനിക്കറിയില്ല, കുറച്ചിങ്ങനെ ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയലാണ്. ഇത് ഞാൻ തനിയെ പോയി എടുത്തതാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടെടുത്തതാണ് ഈ ഒരു മെറ്റീരിയൽ. വലിയ റേറ്റൊന്നും ഇല്ലായിരുന്നു ഈ ഒരു മെറ്റീരിയൽ, നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ്, കുറച്ചിങ്ങനെ ഗ്ലോസി ഫിനിഷൊക്കെ വരുന്നൊരു മെറ്റീരിയലാണ്. ഇതും റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് എൽബോ ലെങ്ത് ആണ് കേട്ടോ, 3/4 അല്ല, എൽബോ ലെങ്ത് ആണ്. ഇത് പിന്നെ ഞാനൊരു സിനിമ ഇൻസ്പയർ ആയിട്ട് തയ്ച്ചാണ് കേട്ടോ. സിനിമയുടെ പേര് ഇഷ്ക് എന്നാണെന്ന് തോന്നുന്നു, ഇഷ്ക് എന്നല്ലേ.
ഇഷ്കന്നാണെന്ന് തോന്നുന്നു. അതിനകത്ത് അവൾ ഇട്ടിട്ടുള്ള ഒരു ഡ്രസ്സ് ഇതാണ്. ഈ ഒരു കളർ, നല്ല ബോട്ടിൽ ഗ്രീൻ കളറ്. ഇത് ബോട്ടിൽ ഗ്രീൻ ആണ്, പക്ഷെ ഇത് ക്യാമറയിൽ അത്ര അറിയുന്നില്ലെന്ന് തോന്നുന്നു. നല്ല ഡാർക്ക് ഗ്രീനാണ്. ഇതും അത്യാവശ്യം ലെങ്ത്തിലാണ് തയ്ച്ചിട്ടുള്ളത്. അത് കാരണം അതിനകത്ത് ആ ലെങ്ത്തിലാണ് തയ്ച്ചിരിക്കുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിൻ്റെ ഷോൾ, ഇത് ഈ ഓർഗാൻസയുടെ ഈ ഒരു ഷോളായിരുന്നു ഇത്. പക്ഷേ ഞാനിത് യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം, ഞാൻ ഈ ടോപ്പ് ഇപ്പോഴും യൂസ് ചെയ്യും. ടോപ്പ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഷോളിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യും. പക്ഷേ ഈ ഒരു ഷോളാണ് അതിന് വേണ്ടി ഞാൻ എടുത്തത്. ഇത് ഇപ്പം കിട്ടാനില്ല. ഓർഗാൻസയിൽ ഇങ്ങനെ ഇറങ്ങിയ ടൈമിൽ എനിക്ക് എങ്ങനെയോ കിട്ടിയതാണ് ഈ ഷോള്. ഇത് കറക്റ്റ് ആ സിനിമയിലുള്ളതുപോലെ തന്നെ. ഇത് കാണുമ്പോൾ ചിന്ത പറയാം, ആ സിനിമയിലെ ഡ്രസ്സ് അതുപോലെ ഇങ്ങനെ പറയും. കോളേജിലേക്ക് ഇട്ടുള്ള ടൈമിൽ ഇത് ഇങ്ങനെ കണ്ടോ, ഇതിങ്ങനെ നല്ല രസമില്ലേ. പക്ഷെ ഇത് ഇങ്ങനെ തലയിൽ കിടക്കില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ ഇടുമ്പോഴത്തേക്കിന് ഇപ്പം കിടക്കുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഊരിയങ്ങ് പോകും. അപ്പം അങ്ങനത്തെ ഡ്രസ്സാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ല. കാരണം ദേഷ്യം വരും പെട്ടെന്ന്. ഇങ്ങനെ ഇടും ഊരിപ്പോവും. അന്നേരം പിന്നെ ദേഷ്യം വരും. അതുകൊണ്ട് ഞാൻ പിന്നെ ഈ ഒരു മെറ്റീരിയൽ, പക്ഷെ എനിക്കിത് ഇടാൻ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ കുറേ നേരം നമ്മൾ ഇടുമ്പോഴത്തേക്കിന് ഇനി ഊരി പോകുമ്പോഴത്തേനും അങ്ങ് ദേഷ്യം വരും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടാതെ വെച്ചിരിക്കുന്നുള്ളൂ. എന്നാലും ഞാൻ 2-3 വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ഞാൻ കുറേ വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. ഷോള് ഞാനൊരു 2-3 വട്ടം അത്ര യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഭയങ്കര കട്ടിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒന്നാമത്തെ പ്രശ്നം തന്നെ തലയിൽ കിടക്കത്തില്ല. അതാണ് ഫസ്റ്റ് പ്രശ്നം. നിങ്ങളിങ്ങനെ ഷോൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇങ്ങനെ ഷോൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും അത് കിടക്കത്തില്ല. പിന്നെ നമ്മൾ പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ കിടക്കുമായിരിക്കും. പിന്നുള്ള പ്രശ്നം, രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മളിപ്പോൾ മെഷീൻ വാഷ് ചെയ്താലും ഹാൻഡ് വാഷ് ചെയ്താലും ഇത് ചുരുങ്ങും, നല്ല രീതിക്ക് ചുരുങ്ങും. ഇത് ഞാനിപ്പം ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കും. ഞാനിങ്ങനെ ഡ്രസ്സൊന്നും അധികം നശിപ്പിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. സൂക്ഷിക്കാറിയാത്തവരാണെങ്കിൽ ഇത് പനലായിരിക്കും കേട്ടോ, നോക്കണ്ട. ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് പോകും. ഇതിങ്ങനെ നന്നായിട്ട് ചുരുങ്ങി കഴിഞ്ഞാൽ നമ്മളിത് അയൺ ചെയ്താൽ പോലും ഇത് നേരെ ആവത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെറ്റീരിയൽ വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഫങ്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം. ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം പറ്റുന്നത്, ഇത് അയൺ ചെയ്താൽ പോലും ഇതിങ്ങനെ ചുരുങ്ങിയിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നം. പക്ഷെ സംഭവം അടിപൊളിയാണ്, അടിപൊളി സംഭവം. പക്ഷേ ഇതിപ്പോൾ കിട്ടാനില്ല, ഓർഗാൻസി ഇപ്പോൾ കിട്ടാനില്ല. ഓർഗാൻസി ഒക്കെ എല്ലായിടത്തും തീർന്നു. ഒരു കടയിൽ ഇപ്പോൾ ഓർഗാൻസി ഇല്ല. ഇത് അത്യാവശ്യം നല്ല വിത്തൊക്കെ ഉണ്ട് കേട്ടോ. ലെങ്ത്ത് കുറച്ച് വെള്ളം തോന്നുന്നു, പക്ഷെ ഒത്തിരി വിത്തുണ്ട്. ഇനി അത് ഇച്ചിരി കുറച്ച് നോക്കാം, ചിലപ്പോൾ അന്നേരം ശരിയാകുമെങ്കിലും. എന്നാലും ഈ മെറ്റീരിയൽ വെച്ചിട്ട് ശരിയാകത്തില്ല. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ ടോപ്പ് ഞാൻ കുറേ വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. കുറേ വട്ടം എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ ഏത് ഷോളായിരുന്നു, ഈ ഒരു ഗോൾഡൻ ഷോള് മാച്ച് ആവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാനിതാ യൂസ് ചെയ്യുന്ന ഈ ഒരു ഗോൾഡൻ ഷോളും ഈ ഒരു ടോപ്പും കൂടെ ഞാൻ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഡ്രസ്സ് കാണാം. അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ, ബ്രദറിൻ്റെ മാരേജിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെന്ന്, മറ്റൊരു ടോപ്പിൻ്റെ കൂടെ ഇടാനായിട്ട് ആ ഷോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഷോൾ ഇതാണ്. ടോപ്പ് കാണിച്ചു. ടോപ്പല്ല, ഗൗണാണ് കേട്ടോ, ഗൗൺ. ഇതാണ് ഗൗൺ കേട്ടോ. ഇത് ഭയങ്കര റേറ്റുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ ഭയങ്കര റേറ്റാണ്. ഇത് റേറ്റാണ്, പക്ഷെ ഇതിനേക്കാളും കൂടുതലാണ് ഈ മെറ്റീരിയലിൻ്റെ റേറ്റ്. അപ്പോൾ ഇതും വന്നിട്ട് എൽബോ ലെങ്ത്തിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത്. സ്ലീവ്സിൽ അത്രേ വരുന്നുള്ളൂ. പിന്നെ നെക്ക് വന്നിട്ട് ബോട്ട് നെക്കാണ്. ഞാൻ പറഞ്ഞാണെങ്കിൽ ബോട്ട് നെക്ക് വെക്കണമെന്ന് പറഞ്ഞു, കാരണം എനിക്ക് ബോട്ട് നെക്കിൻ്റെ ടോപ്പ് ഉണ്ടോ ഇല്ലെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. കാരണം ബോട്ട് നെക്ക് വെച്ചിട്ട് ഗൗണൊക്കെ ആ സമയത്ത് അതൊക്കെ തന്നെയായിരുന്നു ട്രെൻഡായി പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ കുറച്ച് ഭാഗം ഇങ്ങനെ നെറ്റ് വേണമെന്ന്. ഇപ്പം നോക്കാൻ മനസ്സിലായി, അവർ ഇങ്ങനെ ലൈനിങ് സെപ്പറേറ്റും നെറ്റ് സെപ്പറേറ്റുമായിട്ടാണ് തയ്ച്ചത്. ചില ഡ്രസ്സിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കാണാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് തോന്നുന്നു. ഈ ഒരു പോർഷൻ കണ്ടോ, കുറച്ച് ഫ്രണ്ട് പോർഷൻ പകുതി ഭാഗത്ത് നെറ്റ് മാത്രം മതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കി ഇങ്ങനെ ലൈനിങ്. പിന്നെ ബാക്കിൽ സിബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് മാത്രം നമ്മൾ വീട്ടിൽ തയ്ച്ചല്ല, ഇത് നമ്മൾ പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ്. പക്ഷേ സ്റ്റിച്ചിങ് ഞാൻ ആദ്യമായിട്ടുണ്ട് ഡ്രസ്സ് പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിക്കുന്നത്. പക്ഷേ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് വേണ്ടി അവർ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് പോൾക്ക്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തേ. ഞാൻ അങ്ങനെ പുറത്ത് കൊടുത്ത് ഇന്നുവരെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടില്ല.
കാരണം അമ്മ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ പുറത്തെടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ഡ്രസ്സാണ് ഇത്, പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ഡ്രസ്സ്. അതെനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു, കറക്റ്റായിട്ട് കിടന്ന് അവർ മെഷർമെൻറ്റ് എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ക്യൂരിയോസിറ്റി ഒക്കെ ആയിരുന്നു അറിയാൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ പുറത്തെടുത്തിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് അത് മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് അപ്പോൾ എങ്ങനെ കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ട്, കിട്ടുന്ന വരെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും അവർ സ്റ്റിച്ച് ചെയ്ത് ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. എനിക്കത് വണ്ണം കൂട്ടുകയും വേണ്ട കുറയ്ക്കുകയും വേണ്ട, കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് തയ്ച്ചത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് എനിക്ക് ഫിറ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഈ ഡ്രസ്സ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ അവർ ഇൻവിസിബിൾ സിബാണ് വെച്ചത്. അപ്പോൾ ഞാൻ ഇതൊരു 7 വട്ടം ഇട്ടിട്ടുണ്ടായിരിക്കും, ഓരോ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാറുണ്ടായിരുന്നു. ഒരു വട്ടം ഞാൻ ഇട്ടപ്പോഴത്തേക്കിന് ഇങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് ഇത് കറക്റ്റ് ഫിറ്റിലാണല്ലോ നടക്കുന്നത്, നമ്മുടെ ബോഡിയുടെ മെഷർമെൻറ്റ് എടുത്തിട്ട് തയ്ക്കുവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പെർഫെക്റ്റ് ആയിരിക്കും നമുക്ക്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇതിൻ്റെ സിബ്ബ് ഊരാൻ നോക്കി, അപ്പോഴത്തേക്കും അതിങ്ങനെ ഒട്ടിങ്ങ് വന്നു. അപ്പം നമുക്കിനി വേറെ സിബ്ബ് വെക്കുകയാണെങ്കിൽ ഇൻവിസിബിൾ സിബ്ബ് ഇവിടുത്തെ മെഷീനിൽ വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ നോർമൽ ഒരു സിബ്ബ് വാങ്ങിച്ചിട്ടാണ് പിന്നെ വെച്ചത്. കണ്ടോ, ഇപ്പോൾ ഇൻവിസിബിൾ സിബ്ബ് അല്ല ഇപ്പോൾ വെച്ചേക്കുന്നത്, അന്നേരം ഇൻവിസിബിൾ സിബ്ബ്, അതുകൊണ്ട് നമുക്ക് അധികം അറിയത്തില്ലായിരുന്നു ബാക്ക് സൈഡ്. ഇപ്പം അല്ലാതെ സിബ്ബുകൊണ്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. പിന്നെ ഇവിടെ പ്രിൻസസ് കട്ടൊക്കെ തയ്ക്കുന്നുണ്ടോ, ഇങ്ങനെ സൈഡിലെ കട്ടൊക്കെ കൊടുത്ത് പ്രിൻസസ് കട്ടിലാണ് ഇതിൻ്റെ യോക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ വരുമ്പോൾ കുറച്ചൊക്കെ ഇനി ഇത് ആ ഒരു കല്ല് ഇളകിപ്പോകും കേട്ടോ, വാഷ് ചെയ്യുമ്പോൾ ഇളകിപ്പോകുന്ന കല്ലല്ലേ, ഒട്ടിച്ച് വെക്കുന്നതല്ലേ, കുറച്ചൊക്കെ ഇളകിപ്പോവും. അപ്പം സ്കേർട്ട് പോർഷൻ വന്നിട്ട് ഇത് നമ്മൾ 3 ലൈനിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് നെറ്റ്, പിന്നെ ഈ ഒരു സാറ്റിൻ മെറ്റീരിയൽ, പിന്നെ അടിയിൽ കോട്ടൺ മെറ്റീരിയൽ, അങ്ങനെ 3 ലൈനിങ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അത്യാവശ്യം നല്ല ഫ്ലെയറിലൊക്കെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത്. ഞങ്ങൾ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ ഒരേ കളർ, അങ്ങനെ ഒരു നമ്മൾ ഈ മാരേജ് ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ ഒരേ കളറൊക്കെ ഇടുമല്ലോ, അങ്ങനെ കളറല്ല, എല്ലാം ഡ്രസ്സ് ഫുള്ള് നമ്മൾ 3 പേരും ഈ ഒരു ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്തായാലും അടിപൊളിയാണ്. പിന്നെ ഇത് ഷോൾ വരുന്ന ഇതാണ്, നമ്മുടെ ഈ ഒരു യോക്കിൽ കൊടുത്തിട്ടുള്ള ആ ഒരു മെറ്റീരിയലില്ലേ, അത് ജസ്റ്റ് നമ്മൾ ഈ ഒരു ഷോളിൻ്റെ ഒരു പോർഷനിൽ മാത്രം അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഫുള്ളല്ല, ത്രോട്ടൊന്നും കൊടുത്തിട്ടില്ല, ഇങ്ങനെ ഒറ്റ പോർഷനിൽ മാത്രം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് നല്ല വിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ഷോളിന് ഭയങ്കരമായിട്ട് വിട്ടുണ്ട്, ലെങ്ത്തും കറക്റ്റ് ആവശ്യത്തിനുള്ള. എനിക്കൊന്നും ഇതൊരു 2.5 കാണും, കുറച്ച് കൂടുതലാണ് ഇതിൻ്റെ ലെങ്ത്ത്, വിട്ടും കൂടുതലാണ്. പിന്നെ ബാക്കിയെല്ലാം എത്രയേ ഉള്ളൂ. ഇതേക്കണ്ട ഇങ്ങനെ സംഭവം വരുന്നത്, ഇങ്ങനെ ഫ്ലെയറൊക്കെ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റിലത്തെ ഡ്രസ്സ് നമുക്ക് കാണാം. അപ്പം ഞാൻ ഏറ്റവും ലാസ്റ്റിൽ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണിത്. ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത് പിന്നെ ഞാൻ ഇന്ന് വരെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, അമ്മായിക്കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കണേ. ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും ചിലപ്പോൾ ഏതെങ്കിലും ഡിസൈൻ എൻ്റെ മനസ്സിലുണ്ട്. ഡിസൈൻ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഡിസൈനൊന്നുമല്ല, ഇങ്ങനെ നമ്മൾ പറയും ഈ ഒരു മോഡൽ, ഒന്നെങ്കിൽ പഫ് സ്ലീവ്, അല്ലെന്നുണ്ടെങ്കിൽ സ്ലിറ്റിട്ട് തയ്ക്കുക, അല്ലെങ്കിൽ അമ്പർല ടൈപ്പ് തയ്ക്കുക. അല്ലാതെ പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇതെല്ലാം നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ റൗണ്ട് നെക്ക്. ഈ ഒരു കളറും അടിപൊളിയാണ്. ഇത് ഞാനിങ്ങനെ കുറേ നാളിങ്ങനെ കണ്ടുവെച്ചൊരു മെറ്റീരിയലായിരുന്നു. ഇതും ഓർഗാൻസ ടൈപ്പാണ്, ഓർഗാൻസ ടൈപ്പ് മെറ്റീരിയലാണ്. ഇങ്ങനെ നല്ലൊരു സീക്വൻസ് വർക്കൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഡ്രസ്സിൽ ത്രൂ ഔട്ട് ഇങ്ങനെ സീക്വൻസ് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഫ്രോക്ക് ടൈപ്പിലാണ് ഞാൻ തയ്ച്ചത്. പക്ഷെ ഞാൻ ഇതിനോട് ഇട്ടത് ബ്ലാക്ക് പാൻറ്റായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാച്ചിങ് പാൻറ് എൻ്റെ ഇല്ലായിരുന്നു. പിന്നെ ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട്, ഫ്രോക്ക് ടൈപ്പ് ആണെങ്കിലും ഒരു കാഫ് ലെങ്ത് വരെ വരുന്നുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് പാൻറ് ഇട്ടാലും പെട്ടെന്ന് അറിയത്തില്ല. ഈ കളർ പാൻറ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പാൻറ് വെച്ച് പെയർ ചെയ്തു. പിന്നെ ഇങ്ങനെ പഫ് സ്ലീവ് ആയിരുന്നു ഇതിന് കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം നോർമലായിട്ട് അങ്ങനെ തന്നെ കേട്ടോ ഇങ്ങനെ തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോറി, ഞാൻ ഇതിൻ്റെ ഷോൾ എടുക്കാൻ മറന്നുപോയി. ഷോൾ ഇങ്ങനെ തന്നെ ഈ സംഭവം കണ്ടോ, ഈ ഒരു സ്കേർട്ട് പോർഷൻ കണ്ടോ, ഇത് തന്നെ ഷോള്. എന്നിട്ട് ഒരു സൈഡിൽ മാത്രം ഈ ഒരു ബോർഡർ കണ്ടോ, ഈ ഒരു ബോർഡർ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി ഫുൾ പ്ലെയിനായിട്ട് കൊടുത്തേക്കുക. ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ഇതിനകത്ത് കൊടുത്തേക്കുന്നുണ്ടോ, ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ. അതേപോലെ തന്നെ
ഇതിങ്ങനെ ആ ഒരു സൈഡിൽ വരും, ബാക്കിയെല്ലാം പ്ലെയിൻ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഈ ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി ഇങ്ങനത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൻ്റെ വീഡിയോസ്. അപ്പോൾ ഇത്ര ഡ്രസ്സുകളാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ അറിയാതെ ഞാൻ എന്ന് പറയുന്നത് ഞാനല്ല, അമ്മ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇനിയും ഇങ്ങനെ ഡ്രസ്സ് കളക്ഷൻസ് വീഡിയോ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ, വെസ്റ്റേൺ വെയറോ എത്നിക് വെയറോ അങ്ങനെ എന്തെങ്കിലും കളക്ഷൻ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.